അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇംറാനിലെ 50-ാമത്തെ വചനമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹസ്രത്ത് ഖലീഫത്തുള്ള വിശദീകരണം നൽകുന്നത് അന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി തൈരി. ഞാൻ നിങ്ങൾക്ക് കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കും. ഫൻഫഖു ഫീഹി ഫയക്കൂനു തൈറൻ ബിഇദ്നില്ല. എന്നിട്ട് ഞാൻ അതിൽ ഊതും, അപ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദത്താൽ അത് ഒരു പക്ഷിയായിത്തീരും. ഈ പറഞ്ഞതിന് ഉള്ള വിശദീകരണമാണ് ഹസ്രത്ത് ഖലീഫത്തുള്ള നൽകുന്നത്. ആസ് ഈസ അലൈഹിസ്സലാം വാസ് ടു ബി എ മിറക്കുലസ് സൺ. നമുക്കറിയാവുന്നതുപോലെ ഈസ അലൈഹിസ്സലാം ഒരു അത്ഭുത പുത്രനാണ്. ദെൻ അല്ലാഹ് ത്രൂ ഹിസ് ഷീർ പവർ. അപ്പം ജനനം തന്നെ വ്യത്യസ്തമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ കലർപ്പില്ലാത്ത ശക്തിപ്രഭാവം വാസ് ടു മാനിഫെസ്റ്റ് ഹിംസെൽഫ്. അവൻ സ്വയം പ്രദർശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചു. ത്രൂ ഹിം, ഈസ അലൈഹിസ്സലാമിലൂടെ അള്ളാഹുവിൻ്റെ കലർപ്പില്ലാത്ത ശക്തി, അധികാരം പ്രയോഗിക്കുവാൻ അത് ഈസ അലൈഹിസ്സലാമിലൂടെ. ടു മേക്ക് അപ്പാരൻറ്റ് സച്ച് സൈൻസ്. അങ്ങനെ അത്തരം ചില അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനായിട്ട്. വിച്ച് വുഡ് ബ്രിങ് ദ ജ്യൂസ് ടു റെക്കഗ്നൈസ് ദ പവർ ഓഫ് അള്ളാഹ്. അത് കാണിക്കുമ്പോൾ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ആ ശക്തിയെ ജൂതന്മാർ അംഗീകരിക്കും എന്നുള്ള ഇതിലാണ് അത് കാണിക്കുന്നത്. ത്രൂ ദ ഹാൻഡ്സ് ഓഫ് ഹിസ് അപ്പോസ്റ്റൽ. അള്ളാഹുവിൻ്റെ ദൂതൻ്റെ കൈകളിലൂടെ ആ അത്ഭുത കാര്യം കാണിക്കുമ്പോൾ ജൂതന്മാർ അത് വിശ്വസിക്കുമെന്നവർ കരുതി. thereupon the bird. അത്രയുമായപ്പോൾ പക്ഷി, മെൻഷൻഡ് ഇൻ ദ വേഴ്സ്, ഈ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പക്ഷി, could have become manifest. ആ പക്ഷി പ്രകടമായത് ലൈക്ക് ദ റോഡ് ഓഫ് മോസസ്. മൂസ അലൈഹിസ്സലാമയുടെ വടിയെപ്പറ്റി ഖുർആൻ പരാമർശിക്കുന്നുണ്ടല്ലോ. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ വടി പോലെ ആയിരുന്നു അതിൻ്റെ ദൃഷ്ടാന്തം. ബിഗെയിം എ മാനിഫെസ്റ്റ് സർപ്പൻസ്. പ്രത്യക്ഷമായ ഒരു സർപ്പം പോലെ, ഒരു പാമ്പ് പോലെ തോന്നിയതുപോലെ. വിച്ച് ഏറ്റ് ദ സ്റ്റാവ്സ് ഓഫ് ദ മജീഷ്യൻസ് ഓഫ് ഫറോവ. ഫറോവയുടെ മജീഷ്യൻസിനെ, ജാലവിദ്യ കാണിക്കുന്ന ആളുകളുടെ വടികളെ അവ തിന്നുകയുണ്ടായി. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കൈകളിൽ ഉണ്ടായിരുന്ന വടി. ഡ്യൂറിങ് ദ കോമ്പറ്റീഷൻസ് ഓർഗനൈസ്ഡ് ബൈ ഫറോവ. ഫറോവ മത്സരം സംഘടിപ്പിച്ചപ്പോൾ മൂസ നബി അലൈഹിസ്സലാമയുടെ കയ്യിലുണ്ടായിരുന്ന വടി അദ്ദേഹം കൊണ്ടുവന്ന മജീഷ്യൻസിൻ്റെ വടികളെ വിഴുങ്ങിയ ഒരു പ്രകടനമുണ്ടായി. അതുപോലെയുള്ള ഒരു സംഭവമായിട്ടാണ് ഇതിനെ താരതമ്യപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്.
ദ സ്റ്റാഫ്സ് ഓഫ് ദ മജീഷ്യൻസ്, ഈ മന്ത്രവാദികൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഈ മാജിക്കുകാരുടെ വടികൾ, വേർ മിയർ ട്രിക്സ് ഓഫ് മാജിക്, അത് ജാലവിദ്യയുടെ ചില ട്രിക്കുകളാണത്. മിയർ ഇല്യൂഷൻസ്, അത് തികച്ചും ചില ഇല്യൂഷൻസാണ്, തോന്നലുകൾ മാത്രമാണ്. വേറെ അല്ലാ ത്രൂ ഹിസ് ഗ്രേറ്റ് പവർ, എന്നാൽ അള്ളാഹു താല അവൻ്റെ അതിമഹത്തായ ശക്തിപ്രഭാവത്താൽ ടേൺ ദ റോഡ് ഓഫ് മോസസ്, മൂസാ നബി അലൈഹി സ്വലാമയുടെ വടിയെ തിരിക്കുകയുണ്ടായി, ഇൻറ്റു എ സർപ്പൻസ്, ഒരു പാമ്പായിട്ട്, ആൻഡ് മേക്ക് ഇറ്റ് സാളോ, എന്നിട്ട് അത് വിഴുങ്ങുന്നതാക്കി മാറ്റി. ഓൾ ദ സ്റ്റേവ്സ് ഓഫ് ദ ഇല്യൂഷനിസ്റ്റ്സ്, ആ മന്ത്രവാദികളുടെ അല്ലെങ്കിൽ ജാലവിദ്യക്കാരുടെ എല്ലാ വടികളെയും പാമ്പ് രൂപത്തിൽ പ്രത്യക്ഷമായ പാമ്പ് അതെല്ലാം അത് വിഴുങ്ങുകയുണ്ടായി. അപ്പോൾ സീയിങ് ദിസ് ഗ്രേറ്റ് ഡിവൈൻ മാനിഫെസ്റ്റേഷൻ, ഈ മഹത്തായ ദൈവിക ദൃഷ്ടാന്തം, അടയാളം കണ്ടിട്ട് ദ മജിഷ്യൻസ് റെക്കഗ്നൈസ്ഡ്, ഈ ജാലവിദ്യക്കാർ അംഗീകരിക്കുകയുണ്ടായി, ദാറ്റ് വാട്ട് ദ റോഡ് സർപ്പൻസ്, എന്താണ് ഈ വടി കൊണ്ടുള്ള ആ പാമ്പ്, ഹാഡ് ഡൺ വാസ് നോട്ട് ആൻ ഇല്യൂഷൻ, അതൊരു തോന്നൽ അല്ല എന്നും, ഓർ മെസ്മരിസം, അല്ലെങ്കിൽ ഒരു മാസ്മരിക വിദ്യയൊന്നും അല്ല എന്നും, ഓൺ ദ പാർട്ട് ഓഫ് മോസസ്, മൂസായുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മെസ്മരിസമല്ല എന്ന് ആ മെസ്മരിസം നടത്തിയ ആളുകൾക്ക് ബോധ്യമായി. ആൻഡ് ആക്ച്വലി എ മാനിഫെസ്റ്റേഷൻ ഓഫ് അള്ളാഹ്, യഥാർത്ഥത്തിൽ അവിടെ നടന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തം തന്നെയായിരുന്നു. വെൻ ഹി മെയ്ഡ് ദ റോഡ് സർപ്പൻസ്, വടികൊണ്ടുള്ള ആ പാമ്പിനെ അവനാക്കിയപ്പോൾ, യേറ്റ് ദെയർ ഫേബ്രിക്കേറ്റഡ് ലൈ, അവർ കൃത്രിമമായി ഉണ്ടാക്കിയ എല്ലാ കള്ളങ്ങളെയും അത് തിന്നുകളഞ്ഞു. മാജിക്, അവർ കൃത്രിമമായി ഉണ്ടാക്കിയ ആ ജാലവിദ്യയെ ഉന്മൂലനം ചെയ്തു. ആൻഡ് ഇല്യൂഷൻസ്, അവർ ഉണ്ടാക്കി വെച്ച തോന്നലുകളെയും അത് അപ്രത്യക്ഷമാക്കുക ഉണ്ടായി. ഇത് മൂസാ നബി അലൈഹി സ്വലാമയുടെ കാലത്ത് നടന്ന സംഭവം. അതുപോലെയുള്ള ഒരു സംഭവമാണ് ഇവിടെയും അല്ലാഹു തആല ഈ വചനത്തിലൂടെ ഈസാ അലൈഹി സ്വലാമിന് നൽകിയതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഹസ്രത്ത് ഖലീഫത്തുള്ള അതിന് നൽകുന്ന ഒരു വിശദീകരണം. ലൈക്ക് വൈസ്, അതുപോലെ അള്ളാഹ് ത്രൂ ഹിസ് പവർ, അള്ളാഹു തആല അവൻ്റെ ശക്തിയാൽ, ആസ് ക്രിയേറ്റർ, സൃഷ്ടാവ് എന്ന നിലയിൽ, ക്യാൻ മേക്ക് ഹിസ് ചോസൻ സെർവൻസ്, അവൻ തിരഞ്ഞെടുക്കുന്ന അവൻ്റെ ദാസന്മാരെ ആക്കി തീർക്കാം. ഫേബ്രിക്കേറ്റ് എ ബേർഡ്, ഒരു പക്ഷിയെ അതുപോലെ രൂപകൽപ്പന ചെയ്യുകയും, ഫ്രം ഡസ്റ്റ്, മണ്ണിൽ നിന്നും, കളിമണ്ണിൽ നിന്നും ഒരു പക്ഷിയെ രൂപപ്പെടുത്തി എടുക്കുകയും, കൃത്രിമമായി രൂപപ്പെടുത്തിയെടുക്കുക. ആൻഡ് ത്രൂ ദ പവർ ഓഫ് പ്രെയർ, എന്നിട്ട് ടു അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുടെ ശക്തിയാൽ, ദെയർഫോർ ദിസ് ബേർഡ്, ഈ പക്ഷി കുഡ് ഫ്ലൈ ഹൈ ഇൻ ദ സ്കൈ, ആകാശത്ത് ഉന്നതങ്ങളിലേക്ക് പറന്നു പോകുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുകയും, ലൈക്ക് എ നോർമൽ ബേർഡ്, അതൊരു സാധാരണ പക്ഷി പറക്കുന്നത് പോലെ ആകാശത്തേക്ക് പറന്നതായും അവർക്ക് അനുഭവപ്പെട്ടു. ഒൺലി ആസ് എ ടെമ്പറൽ മാനിഫെസ്റ്റേഷൻ ഓഫ് അള്ളാഹ്, അത് അള്ളാഹു തആല കാണിക്കുന്ന വെറും താൽക്കാലികമായ ഒരു ദൃഷ്ടാന്തമാണ്. ഒൺലി ടു പ്രൂവ് ദ മിറക്കിൾ ഓഫ് പ്രയർ, ഈ പ്രാർത്ഥനയുടെ അത്ഭുതം അവർക്ക് തെളിയിക്കുന്നതിന്, കാണിച്ചു കൊടുക്കുന്നതിനായിട്ട്. ഇഫ് വൺ ഈസ് സിൻസിയർ ടു ഗോഡ്, അള്ളാഹുവിനോട് ആത്മാർത്ഥത പുലർത്തുന്ന ഒരാളാണെങ്കിൽ, ആൻഡ് ഹാസ് ഫെയ്ത്ത് ഇൻ ഹിം, അതുപോലെ അള്ളാഹുവിൽ ആത്മാർത്ഥമായ നിലയിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ, അവൻ്റെ പ്രാർത്ഥനാ ഫലമായി ചില മിറക്കിൾ ആ സമയത്ത്, ആ സന്ദർഭത്തിൽ പ്രത്യക്ഷമാകുന്നതാണ്. ഇതാണ് ഹസ്രത്ത് ഖലീഫത്ത് നൽകുന്ന ഒരു വിശദീകരണം. പക്ഷിയെ മണ്ണിൽ നിന്നും സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി അത് പറക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം
ഈ രീതിയിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ചുരുക്കം നമ്മൾ പറഞ്ഞാൽ ഇതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ, ഭക്തിനിർഭരമായ നിലയിൽ ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ചില മിറക്കിൾ സംഭവിക്കും. അത് അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ കാര്യം അവിടെ അരങ്ങേറിയതായിട്ട് അവർക്ക് ബോധ്യമാകുന്നതാണ്. അങ്ങനെ ഉള്ള പ്രത്യേകിച്ച് മിറക്കിളൊന്നും നമ്മൾ കാണാത്തതിൻ്റെ കാരണം നമ്മളൊന്നും ആ കാറ്റഗറിയിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭക്തരായി മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പുലരുന്നതാണ്. അത് ആ സിൻസിയറിറ്റി, ആ നിഷ്കളങ്കത, ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് നമുക്ക് രൂപപ്പെട്ട് വരുന്നതിന് ഈ ശരീരത്തിന് നല്ലതുപോലെ മെരിക്കെങ്കിൽ മാത്രമേ അതിൽ കുടികൊള്ളുന്ന ആത്മാവിനിരിക്കുന്ന ഇരിപ്പിടം പരിശുദ്ധമായി തീരുകയുള്ളൂ. അങ്ങനെ ആയിത്തീർന്നാൽ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. അത് അള്ളാഹുവും അത്തരത്തിലുള്ള സ്റ്റേജിലേക്ക് ഉയർന്ന ഭക്തന്മാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിന് ഹസരത്ത് ഖലീഫത്തുള്ള നൽകുന്ന മറ്റൊരു വിശദീകരണം, ദ ഫാബ്രിക്കേഷൻ ഓഫ് ദ ബേർഡ്, ഈ പക്ഷിയെ കെട്ടിയുണ്ടാക്കി എന്നത്, ആൻഡ് ഇറ്റ്സ് ഫ്ലൈറ്റ്സ്, ആ പക്ഷി എന്നിട്ട് പറക്കുകയും ചെയ്തത്, ക്യാൻ ബി മെറ്റഫോറിക്കൽ, അത് ഒരു ആലങ്കാരിക പ്രയോഗമാകാം. അങ്ങനെയും നമുക്കതിന് വ്യാഖ്യാനം കൊടുക്കാം. ഈ പക്ഷിയെ ഉണ്ടാക്കലും അതിനെ പറപ്പിക്കലും ക്യാൻ ബി മെറ്റഫോറിക്കൽ, അതൊരു ആലങ്കാരികമായ പദപ്രയോഗമായിട്ടും നമുക്ക് മനസ്സിലാക്കാം. റെഫറിങ് ടു ജീസസ് ഹിംസെൽഫ്, അത് ഈസാ നബി അലൈഹിസ്സലാമിനെ, അദ്ദേഹത്തിനെ തന്നെ അതിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. ആസ് ബീയിങ് ദ ബേർഡ്, അദ്ദേഹം ഒരു പക്ഷിയായിട്ട്. റെഫറിങ് ടു ജീസസ് ഹിംസെൽഫ് ആസ് ബീയിങ് ദ ബേർഡ്, ഈസാ അലൈഹിസ്സലാം തന്നെ ഒരു പക്ഷിയാകുക. വിച്ച് ആൾമൈറ്റി ഗോഡ് ബ്രീത്ത് ലൈഫ്, എന്നിട്ട് സർവശക്തനായ അള്ളാഹു താല എന്ത് ചെയ്തു, അദ്ദേഹത്തിലേക്ക് ജീവൻ നൽകി. അള്ളാഹ് ആൾമൈറ്റി ഗോഡ് ബ്രീത്ത് ലൈഫ് ഇൻ, അതിൽ ജീവൻ നൽകി. ആൻഡ് മെയ്ഡ് ഹിം ടേക്ക് ഫ്ലൈറ്റ്സ്, എന്നിട്ട് അദ്ദേഹത്തിനെ പറത്തിവിട്ടു, ഉയർത്തിവിട്ടു. ടു ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഏഷ്യ, ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അദ്ദേഹത്തിനെ പറത്തിവിട്ടു. ഇൻ സെർച്ച് ഓഫ് ദ ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ദ ഹൗസ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും, ഇസ്രായേൽ കുടുംബത്തിൽ നിന്നും അകന്നുപോയ, ദൂരപ്രദേശങ്ങളിലേക്ക് പോയ അത്തരത്തിലുള്ള കുടുംബാംഗങ്ങളെയും ആളുകളെയും തിരക്കി പോകുന്നതിനും അദ്ദേഹത്തിനെ സ്വയം ആ നിലവാരത്തിലേക്ക് ഉയർത്തി അദ്ദേഹത്തിനെ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുവാൻ, ഒരു പക്ഷിയെപ്പോലെ പറന്നു നടക്കുവാൻ, എന്ന് പറഞ്ഞാൽ അവരെ അന്വേഷിച്ച് പോവുക. പരുന്തൊക്കെ പറക്കുന്ന കണ്ടിട്ടില്ലേ, അതിൻ്റെ ഇരയെ തേടി പിടിക്കണം. ഒരുപാട് കാഴ്ചകൾ കാണുമെങ്കിലും അതിനറിയാം അതിൻ്റെ ഇര എവിടാണെന്ന്. ഇതുപോലെ എവിടാണ് അവർ പോയിരിക്കുന്നത് എന്നുള്ളത് നടന്നന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ സന്നദ്ധനാക്കി അങ്ങനെ വിട്ടു. ഫോർ ഇറ്റ് ഈസ് ഓൺലി ത്രൂ ദ പെർമിഷൻ ഓഫ് ഗോഡ്, ഇത് അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ നിറവേറ്റപ്പെട്ടത്. ദറ്റ് ഓൾ തിങ്സ് ക്യാൻ ഹാപ്പൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും അപ്രകാരം, നടക്കാത്ത കാര്യം നടക്കുന്നതാണ്. ആൻഡ് എസ്പെഷ്യലി ഹിയർ, വിശിഷ്യ ഇവിടെ, ദ മിഷൻ ഓഫ് ജീസസ്, ഈസാ അലൈഹി സ്വലാമയുടെ ദൗത്യം, അത് ദൗത്യപൂർത്തീകരണത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും നിർദ്ദേശങ്ങളും കഴിവുകളും അല്ലാഹു തആല പ്രസ്തുത വ്യക്തിക്ക് നൽകി അദ്ദേഹത്തെ ആ നിലയിലേക്ക് ഉയർത്തി. അതും ഈ ഡസ്റ്റിൽ നിന്നും പക്ഷിയെ ഉണ്ടാക്കിയതുപോലെ, ഉണ്ടാകത്തില്ല എന്ന് കരുതുന്നതിൽ നിന്നും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്ന അവസ്ഥ. ദിസ് റെഫറൻസ് ടു ദ ഫാബ്രിക്കേഷൻ ഓഫ് എ ബേർഡ്, ഒരു പക്ഷിയെ കൃത്രിമമായി ഉണ്ടാക്കുക എന്ന ഈ സൂചന, ആൻഡ് ഇറ്റ്സ് ഫ്ലൈറ്റ്സ്, അതിൻ്റെ ഈ പറക്കലും, ആ പക്ഷി പിന്നെ പറന്നു പോകുന്നതും ഉള്ളത്, റിസംബിൾസ് എ ലോട്ട് ടു ദ പ്രെയർ ഓഫ് എബ്രഹാം, അത് ഒരവസ്ഥയിലേക്ക് അതിനെ നമ്മെ സാദൃശീകരിക്കുന്നു. ദ പ്രെയർ ഓഫ് എബ്രഹാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയിലേക്ക്. ഹു വൺസ് ആസ്ക്ഡ് ടു ഗോഡ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിക്കുകയുണ്ടായി, ടു ഷോ ഹിം, അദ്ദേഹത്തെ കാണിക്കുവാൻ,
ഹൗ ടു റിവൈവ് ദ ഡെഡ്, ഈ മരണപ്പെട്ടവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു തആലയോട് ചോദിക്കുന്നു. ആൻഡ് ഇൻ ആൻസർ ടു ഹിസ് പ്രയർ, അദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരമെന്ന നിലയിൽ, പ്രാർത്ഥനയുടെ ഉത്തരമെന്ന നിലയിൽ, ഗോഡ് ഓർഡൈൻ ഹിം ടു ടേക്ക് 4 birds, അല്ലാഹു തആല കൽപ്പിക്കുന്നുണ്ട് 4 പക്ഷികളെ പിടിക്കുവാൻ. ട്രെയിൻ ദം, എന്നിട്ട് അവയ്ക്ക് നീ പരിശീലനം നൽകുവാൻ പറയുന്നു. അവയ്ക്ക് ടു ഒബേ ഹിം, അദ്ദേഹത്തെ അനുസരിക്കുവാൻ ട്രെയിൻ ചെയ്യാൻ പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവർ അദ്ദേഹത്തെ അനുസരിക്കുന്നു. എന്നിട്ട് സ്കാറ്റർ ദം ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്, അവയെ എന്നിട്ട് വിവിധ ഭാഗങ്ങളിലേക്ക് അവയെ അകറ്റുക, അല്ലെങ്കിൽ കൂട്ടം പിരിക്കുക. ആൻഡ് സീ ഹൗ ദേ ആൾ വുഡ് കം ബാക്ക് ടു ഹിം, എന്നിട്ട് അദ്ദേഹത്തിലേക്ക് എങ്ങനെയാണ് അവയെല്ലാം തിരികെ വരുന്നത് എന്ന്. ഇതിൻ്റെ വിശദീകരണത്തിനായി 2:261 ഖുർആൻ വിശദീകരണം നോക്കുവാൻ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു. അപ്പോൾ അങ്ങനെ 4 പക്ഷികളെ ഉണ്ടാക്കുകയും എന്നിട്ടതിൽ ഊതുകയും എന്നിട്ട് ആ പക്ഷികൾ പറന്നു പോവുകയും എന്നിട്ട് ആ പക്ഷികൾ തിരികെ വരുന്നതുമായ ആ സംഭവം ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. ആലങ്കാരികമായ നിലയിൽ പറയുന്ന കാര്യങ്ങളുടെ ആന്തരികാർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിനെ സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകളെ നിയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ പക്ഷികളെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കുന്നതും അവശ്യരൂപം ഉണ്ടാക്കുന്നതും അതിന് ജീവൻ നൽകുന്നതും എന്നിട്ട് അതിനെല്ലാം അത് ട്രെയിൻ ചെയ്യുമ്പോൾ വരുന്ന, അതിന് വേണ്ടുന്ന പരിശീലനം കൊടുക്കുമ്പോൾ തൻ്റെ യജമാനൻ വിളിക്കുന്നിടത്തേക്ക് ഏത് ദിക്കിൽ ഏത് പ്രദേശത്ത് നിന്നാലും അത് പറന്നു വരുന്നത് നമുക്ക് കാണാം. ഇത് സംബന്ധമായിട്ട് ഈ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ഒരു സംഭവം കൂടി ഇതിന് അനുഗുണമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇവിടെ ഒരു 5 ആടുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഈ ആടുകളെ ഇറങ്ങി അവർ ചിലപ്പോൾ ഈ പറമ്പിലെ വിവിധ ഭാഗങ്ങളിലായിരിക്കും, ഇത് ഇടത്തിലായിരിക്കും നിന്ന് അവർ നിൽക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് അതിന് ട്രെയിനിങ് കൊടുത്ത നമ്മുടെ ആൻറ്റി അവിടെ ഇറങ്ങി നിന്ന് അവരെ കൈയടിക്കുകയാണെങ്കിൽ, ഇവരെവിടെ നിൽക്കുകയാണെങ്കിലും അതിശീഘ്രം ഓടി അവരുടെ അടുത്തേക്ക് വരും. അതേസമയം വേറെ ഒരാളാണ് വന്ന് കൈയടിക്കുകയാണെങ്കിൽ കൈയടിച്ച് അവിടെ നിൽക്കാൻ വെക്കും. അപ്പം ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുന്ന ആളിൻ്റെ അടുത്തേക്ക് അത് ഓടി വരും എന്നുള്ള ദൃഷ്ടാന്തം തീർച്ചയായിട്ടും അത് പുലരുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആളുകളുമായിട്ട് എത്രത്തോളം അടുത്ത് ഇടപഴകുന്നുവോ, എത്രത്തോളം അവരുടെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി വർത്തിക്കുന്നവരാണെന്ന് അവർ മനസ്സിലാക്കുന്നുവോ, അതിനനുസരിച്ചുള്ള ചില പ്രതിഫലനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് സംഭവിക്കത്തില്ല എന്ന് നമ്മൾ കരുതുന്നു, പക്ഷേ അത് സംഭവിക്കും. അത്തരത്തിലുള്ള ആളുകളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്കും നന്മ അശേഷമില്ലാത്തവരിലേക്കും നന്മ നമുക്ക് പകർന്നു കൊടുക്കുകയും അതിനാവശ്യമായി ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ ആ പാതയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ഇത് പക്ഷികളെ സംബന്ധിച്ചുള്ള ഈ ഉപമ പറയുന്നു. അവിടെ പാമ്പുകളെക്കുറിച്ചുള്ള ഒരു കാര്യം മൂസാ നബിയുടെ കാലത്ത് വരുന്നു. ഇവിടെ അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിന് അതിനെ ജീവിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പ്രവാചകന്മാർക്ക് നൽകിയ ഈ ആലങ്കാരികമായ പദപ്രയോഗങ്ങളൊക്കെ മനുഷ്യരുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിച്ച് അതിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കും ഇത്തരത്തിലുള്ള മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കും. നമുക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സ്നേഹിക്കുകയും അവയ്ക്ക് വേണ്ടുന്ന ആദരവ് കൊടുക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വാലാട്ടി നിൽക്കും എന്ന് നമുക്ക് പറയാം. ഇത് മൃഗങ്ങളുടെ കാര്യത്തിൽ, പക്ഷികളുടെ കാര്യത്തിൽ, പക്ഷികളെയും അതുപോലെ വളർത്തി ട്രെയിനിങ് കൊടുത്ത് വിടുകയാണെങ്കിൽ അവ പോയിട്ട് അത് കൃത്യമായിട്ട് തന്നെ അത് തിരിച്ചു വരും. അത്തരത്തിലുള്ള ഇതൊക്കെ അസാധ്യമായ കാര്യമാണ് എന്ന് നമുക്ക് തോന്നാം, പക്ഷേ നിരന്തരമായ പരിശ്രമത്തിലൂടെ അത് സാധിക്കുന്നതാണ്. ഇതുപോലെ ലോകത്ത് നന്മയായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആളുകൾക്ക് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുന്നതിന് അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും
ആ, കേന്ദ്രങ്ങളും ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ഈ രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കാൻ നോക്കൂ. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആത്മീയമായ ഈ ഈ പരിശീലനം നൽകപ്പെടുന്നതിന് ഈ രീതിയിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് ആളുകളെത്തും. തീർച്ചയായിട്ടും അതിനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ. ഇപ്പോൾ തന്നെ നമ്മൾ വലിയ പെരുന്നാളുമായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കൂടി. പല സ്ഥലത്ത് നിന്നും ആളുകളാണ്. പക്ഷേ അതിൻ്റെ മഹത്വവും കാര്യവും മനസ്സിലാക്കി അവിടേക്ക് പക്ഷികൾ പറന്നു വരുന്നത് പോലെ എത്തി. ഇതുപോലെ ആളുകൾ എത്തിച്ചേരുന്നതിനും അവർക്കുള്ള ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിനും വേണ്ടിയുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സ് ലോകമെമ്പാടും ഉണ്ടാകണം. അപ്പോൾ നന്മയുടെ പ്രകാശം നമുക്ക് ലോകമെങ്ങും വ്യാപിപ്പിക്കാൻ കഴിയും. ഇനിയും ഇതിൻ്റെ തന്നെ വിശദീകരണം തുടർന്ന് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ചില അത്ഭുതങ്ങൾ കാണിക്കുന്നതായിട്ട് ഈ ഖുർആൻ പറയുന്നു. ആ ഭാഗത്തിൻ്റെ വിശദീകരണവുമായിട്ട് നാളെ നമുക്ക് ബന്ധപ്പെടാം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നൽകുന്ന ഈ പദാവലികളിൽ അടങ്ങിക്കിടക്കുന്ന ആന്തരികമായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നന്മയുടെ പാതയിൽ നമുക്ക് ചരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.